പ്രൊജക്ഷൻ സാറിന് എന്റെയും എന്റെ തൃശ്ശൂരിന്റെ പേരിൽ ബാക്കിയെല്ലാം നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. KH പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 2 ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയെന്ന് തോന്നുന്നില്ല. ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മിസ്റ്റർ ഹുസൈൻ പേനയെടുത്ത് പേപ്പറിൽ ആദ്യ അക്ഷരം കുറിക്കുന്ന സമയത്തെ ഈ സിനിമ തുടങ്ങി ഇരിക്കുന്നു. അതിന്റെ ഒരു സാക്ഷാത്കാര കർമ്മത്തിന്റെ കുറിപ്പാണെന്ന് പറയുന്നത്. ഒരു 4 വർഷമായിട്ട് ഫേസ്ബുക്കിലൂടെ മറ്റും അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരാണ് എന്റെ മുമ്പിൽ. ബിനീഷേട്ടനെ നമുക്ക് ആദ്യം മൂവി നോക്കാൻ അറിയാം. പിന്നെ രണ്ടാമത്തെ ചിത്രമായ നമ്മുടെ ഇതിന്റെ ടൈറ്റിൽ ഉണ്ടായിരുന്നത് സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനാണ്. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഒരു ലാംഗ്വേജിലാണ്. ഇപ്പൊ അത് നമ്മൾ 2 ലാംഗ്വേജിലേക്ക് തമിഴ് ആൻഡ് മലയാളം ആയിട്ടാണ് ചിത്രീകരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ടൈറ്റില് നമുക്ക് തമിഴിലേക്ക് പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. വായിക്കാൻ ടൈറ്റില് വായിക്കാൻ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അനുയോജ്യമായ ഒരു ടൈറ്റില് കണ്ടെത്തുന്നത് വരെ പ്രൊഡക്ഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിത്രീകരണം നടക്കുന്നത്. ഈ ചിത്രീകരണത്തിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ മെമ്പേഴ്സും ആൻഡ് ആർട്ടിസ്റ്റും എല്ലാവരും ഇപ്പോഴുണ്ട്. ടെക്നീഷ്യന്മാര് എല്ലാവരും ഉണ്ട്. നമുക്ക് ഈ ഒരു വലിയ വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളും നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഫൈനൽ പ്രൊമോഷൻ ആയിട്ട് നമ്മുടെ ഷൂട്ടിന്റെ മുമ്പിലുള്ള ഫൈനൽ പ്രൊമോഷൻ ആയിട്ടാണ് പോകുന്നത്. ദിവസം ആക്ടീവ് വർക്ക്ഷോപ്പ് കൊടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടാതെ വീണ്ടും നമ്മളൊരു ഫൈനൽ ആക്ടീവ് വർക്ക്ഷോപ്പ് കൊടുത്തിട്ടാണ് നമ്മളിതുവരെ എത്തിയിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന കാസ്റ്റിംഗ് ഒന്നല്ല, ഒക്കെ മാറ്റിയിട്ടുണ്ട്. ടെക്നീഷ്യന്മാർ ചെയ്തായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊമോഷൻ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ മൂവിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു പ്രൊമോഷൻ അതെന്നും നമ്മളെ സ്ഥിരതമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പോ നമ്മളിതിലേക്ക് വേണ്ട 2 പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോ എന്നെപ്പോ തന്നെ ഒരുപാട് പേര് ഞാൻ ചോദിക്കാൻ വേണ്ടി ഒരുപാട് പോലെ ഏതെങ്കിലും ആരോ യാത്ര എഴുതിയിട്ട് എനിക്ക് പോലെ പിന്നീട് വീട് അതിന് ശേഷം അതുപോലെ ഡയറക്ടർമാർ വഴി ക്യാൻസർ ചെയ്തു. കൊച്ചു കൊച്ചു ക്യാൻസർ ഡയലോഗ് ഇല്ലാതെ എത്തിയിട്ടു. അതിൽ നിന്ന് നമ്മൾ പെർഫോമൻസ് വർദ്ധിപ്പിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾ സിനിമ ഒരുപാട് നായകന്മാരെ കണ്ട് അങ്ങനെ നമ്മളാണെങ്കിൽ 10-20 ആർട്ടിസ്റ്റുകൾ ഇതുപോലെ പൂജയിലൊന്ന് ചാൻസ് ചോദിച്ച് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത അങ്ങനത്തെ ആരോ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. இது வந்து செகண்ட் மூவி. ஸோ இந்த 3 நாள் முன்னாடி டைரக்டர் வந்து சென்னையில் வந்து மீட் பண்ணார். தமிழ் புரியுதா? சென்னையில் புள்ளி வந்து കണ്ണൂർ ഇതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ കോമഡി അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ നോക്കിയ ഒരു വില്ലന്റെ ലുക്കില്ലേ, അപ്പൊ ഈ കോമഡിക്ക് ഞാൻ സെറ്റ് ആവുമെന്ന് ചോദിച്ചു. അപ്പോ പുള്ളി പറഞ്ഞു സാറിന്റെ വേഷം എന്താണെന്ന് വെച്ചാൽ സാറ് ചിരിക്കില്ല, സാറ് ഒന്ന് പെൺവിരോധിയാണ്. പെണ്ണുങ്ങളെ കണ്ടാൽ സാറ് അങ്ങനെ ദേഷ്യമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നു. അതുപോലെ ഇപ്പോഴും വരുന്ന ഓരോ മൂവികളും ഹൊറർ ടൈപ്പ് വളരെ ക്രൂരതായിട്ടുള്ള RDX പോലെ പേട്ടലുള്ള ത്രില്ലർ സബ്ജക്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ തിയേറ്ററിൽ വരുമ്പോ ആള് പുറത്തു പോകുമ്പോൾ ഒരു വൈലേഷനോടെ ഒരു ഭയങ്കര ഒരു ടെൻഷനോടെ പുറത്തു പോകും. അപ്പൊ നമ്മളെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചിരിച്ചോണ്ട് പുറത്തു പോകും.